ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാഗുംദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപക. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി ഈ ലോക ജീവിത സുഖങ്ങൾ എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നിങ്ങളുടെ കമൻസുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. ഈ കുറച്ച് വായിക്കുന്നതുകൊണ്ട് എന്നും പേരുകളെല്ലാം എടുത്ത് പറയാൻ എളുപ്പമല്ല. ഞാൻ ഒരു 10 മിനിറ്റേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. കാരണം ഭാഗവതം അല്പം കേട്ടേ പറ്റൂ എന്നുള്ള മക്കൾക്ക് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് അർത്ഥമൊന്നും പറഞ്ഞു തരാൻ സമയം കിട്ടത്തില്ല. അത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ ഇതിനാദ്യമേ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അല്പനാമം ചൊല്ലിയിട്ട് വായിക്കാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിലോരിച്ഛാഹീനം മുക്തന്മാരവർ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് ശ്രീ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം. പരീക്ഷിത് രാജാവ് ശ്രീശുഖ മഹാമുനിയുടെ എന്താ പറയുക, ഈശ്വരനെ അറിയാനുള്ള വഴികളെല്ലാം ചോദിച്ച ആ പരീക്ഷത്തിൻ്റെ കാര്യം ഈ പറഞ്ഞ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് ഇപ്പോൾ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു. ഭഗവാൻ ഇവിടെ നിന്നെല്ലാം ഭൂമിയിൽ നിന്നെല്ലാം പോയപ്പോൾ അർജുനൻ ഈ കുട്ടിയെ കൊണ്ട് ശിക്ഷണത്തിന് അവരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ശേഷിച്ച വെള്ളം ദ്വാരക മുങ്ങിയപ്പോൾ എല്ലാം നശിച്ചപ്പോൾ ബാക്കിയുള്ള നാരിമാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ഓരോരുത്തരെ ഓരോ അഭിഷേകം നടത്തി രാജാവാക്കി. അപ്പോൾ പരീക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൊച്ചുമകനാണ് അർജുനൻ്റെ, അത് പാണ്ഡവരുടെ കുട്ടി കൊച്ചുമകൻ. അതിൻ്റെ ഭാരം എന്താ, രാജ്യം ഭരിക്കുന്ന കാരണങ്ങളാണ്. അതിനുശേഷമുള്ള കാര്യമായി പറയുന്നത്. നിർമ്മലൻ ഇന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം. അങ്ങനെ രാജ്യം വാഴുന്ന സമയത്ത് ദിഗ്ജയത്തെ ചെയ്വതിനായിക്കൊണ്ട് സിംഹധ്വജയുക്തമാ മഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ, ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്തം മിശ്രമായിരിപ്പോര് പാണ്ഡവ ചരിതങ്ങൾ സന്തതം പാടിയിടുന്നത് അന്തരാ കേട്ട് കേട്ട് സന്തോഷിച്ചനുഗ്രഹം ചെയ്തവനീശൻ സഞ്ചരിച്ചിടും നേരം. ഇദ്ദേഹം ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ കറങ്ങുക, രഥത്തിന്മേൽ നടക്കുക, സഞ്ചരിക്കുക, രാജാവല്ലേ. അപ്പോഴെന്ത് കേൾക്കുന്നു,
മിശ്രമായി എന്തൊക്കെ പാണ്ഡവരുടെയും ഭഗവാൻ കൃഷ്ണൻ്റെ ചരിതങ്ങൾ കേട്ട് കേട്ട് എല്ലാ ജനങ്ങളും സന്തോഷം കൊണ്ട് പാടുന്നു. എപ്പോഴും ഭഗവാന്റെ ശ്രീകൃഷ്ണോദന്തം ഭഗവാന്റെ ചരിത്രങ്ങളും പാണ്ഡവരുമായിട്ടുള്ള മിശ്രം ഇതെല്ലാം കൂടെ ഇടകലർന്ന് ഇങ്ങനെ ചേർത്ത് പറയുന്നു, പാടുന്നു, കീർത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു? അനുഗ്രഹം ചെയ്തവൻ ഈശനെ ഈ രാജാവ് സന്തോഷം കൊണ്ട് അവരെല്ലാം അനുഗ്രഹിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ചിട്ട് നേരം പൂർവവാഹിനിയായോരഞ്ചിത സരസ്വതി തന്നുടെ തീരത്തിങ്കൽ ചെന്നു നിന്നളവ് തൻ മുന്നിലാമാറ് കാലൊന്നായി നിന്നൊരു പശുവോട് ഗോവൃഷോത്തമൻ ചോദിച്ചാൻ. അപ്പോൾ സരസ്വതി തീരത്ത് ചെന്ന് ഗംഗാതീരത്ത് ചെന്നപ്പോൾ ഒരു പശുവുണ്ട്, ഒരു കാള, നല്ല ഇനം കാള. ഇവർ രണ്ടും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഗോവൃഷോത്തമ വെച്ചാൽ കാള. അവർ തങ്ങളെ ചോദിച്ചാൽ പല പല ദുഃഖത്തിൻ്റെ കാരണം അവർ തങ്ങളെ പശുവായിട്ട് ചോദിക്കുക. ഇതിനെ പശുവായിട്ട് ഉപമിക്കുന്നത് ഇവിടെ ഭൂമിദേവി എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ഇവിടെ ഉദാഹരണം അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പശു, അത് പശു മിഥുനം വെച്ചാൽ ഭർത്താവും ഭാര്യ, അതോ കാളയും പശുവും. അവർ തങ്ങളെ എന്താണ് പശുവോട് എങ്ങനെ നിൽക്കുന്നു? ഇദ്ദേഹം ചെന്നളവ് തൻ മുന്നിലാമാറ്. ഈ പരീക്ഷത്ത് നദീതീരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാലൊന്നായി നിന്നൊരു പശുവോട് ഗോവൃഷോത്തമൻ കാള ചോദിച്ചാൻ. പല പല ദുഃഖ കാരണം പ്രതിപാദിച്ചാൻ. ഭവാൻ ചൊന്നതൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻ മൂലം അതിനോർത്തോളം അകതാരിൽ ശ്രീകൃഷ്ണ വിയോഗത്തെ സഹിച്ചുകൂടാ എന്ന്. അവർ തങ്ങളിൽ എന്താ ദുഃഖം പറയുന്നത്? ഈ കാള ചോദിച്ചപ്പം സഹിക്കാൻ പറ്റുന്നില്ല, ഭഗവാൻ പരമാത്മാവ് ഇവിടുന്ന് വിട്ടുപോയല്ലോ, അത് ഓർത്ത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പശു പറയുന്നു. നമ്മൾ ഓരോരുത്തരുമാണ് ഈ പശുക്കൾ. നമ്മളും പറയും, ഭഗവാനെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നില്ല, എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് പൊയ്ക്കളഞ്ഞത്, ഇനി ഒന്നുകൂടെ വരൂ എന്നൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയത്തില്ലേ? ആ പശു ഇത് എന്നാ പറയുന്നത്. ഇവിടെ നമ്മളെപ്പോലുള്ളതാണ് ഈ പശു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രീകൃഷ്ണ വിയോഗം, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോയല്ലോ, അതിന് സഹിച്ചുകൂടാ എന്ന് ഖേദിച്ചീവണ്ണം പറഞ്ഞിടിന പശുവിനെ ബാധിപ്പാൻ അടുത്തൊരു ശൂദ്രാധിപതിയെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശൂദ്രാധിപതി അവിടെ ചെന്നു ഭൂപതി പ്രവരൻ കണ്ടതിനു നേരെ ചെന്ന് ശാപത്തെ കുലച്ചു ചൊന്നാൻ. അങ്ങനെ ഈ ശൂദ്രാധിപതി ചെന്ന്, അത് കലിയാണ്, ഈ കലിയുഗത്തിനെ പറ്റിയാണത് പറയുന്നത്. അപ്പോൾ ശൂദ്രാധിപതി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കലി ബാധിച്ചു. ഈ പശു ആണെങ്കിൽ വിഷമിച്ച് കരയുക, ഭഗവാൻ പോയല്ലോ എന്നുള്ള വിഷമം. അപ്പം കലി വന്നതാണ്, കലിയുഗം അതിനാണ് പറയുന്നത്. അത് വന്ന് അപ്പോൾ ഭഗവാൻ ഈ രാജാവ് ഇത് കണ്ടപ്പോൾ, ഈ കലിയെ അതായത് ശൂദ്രാധിപതിയെ കണ്ടപ്പോൾ ഭൂപതി പ്രവരൻ, അത് ഈ രാജാവ് ഈ പരീക്ഷത്ത് കണ്ട് ഭൂപതി പ്രവരൻ കണ്ട് അതിനു നേരെ ചെന്ന് ശാപത്തെ കുലച്ച് ചൊന്നാൻ, കലിയെ വധിക്കാൻ. അതാണ് ഇതിലിപ്പോൾ അത് ഭാഗവത്തിലെ നാമങ്ങൾ പാടുമ്പോൾ അതിലുണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ വധ്യനല്ല, കലിയുഗം നമുക്കിവിടെ ആവശ്യമുണ്ട്, ഭക്തന്മാർക്ക് നല്ലതാണ്, ഔഷധമാണ്, അതാണ് ഇതിൻ്റെ ഈ പറയുന്നത്. അപ്പോൾ ഭൂപതി പ്രവരൻ ഇതിനെ ഈ കലിയെ കണ്ട് വധിക്കാനായിട്ട് ശാപം വില്ലെടുത്ത് കുലച്ച് ചൊന്നാൻ. നിൻ വേഷം കണ്ടാൽ, ഈ കലിയുടെ വേഷം എന്താണ് ഇന്ന് നമ്മൾ കാണുന്നത് തന്നെയാണ്. ഈ കലികാലത്ത് എന്തെല്ലാം ഭൂഷണങ്ങളാണ് നമ്മൾ മനുഷ്യർ ഒരുങ്ങുന്നത്. ഞാൻ പുരുഷന്മാരെ എല്ലാം കൂടുതൽ പറയാം, പുരുഷന്മാർക്ക് വലിയ ഒരുക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്ത്രീകളാണ് എത്രമാത്രം അങ്ങ് ഒരുങ്ങുക. കാരണം കലികാലം, പണ്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. എന്തെല്ലാം മേക്കപ്പ് ചെയ്താലും ഞാനെന്ന ചെയ്യുന്നതിൻ്റെ ഇരട്ടി അടുത്ത ആൾ ചെയ്യും, അത് കണ്ട് ഞാൻ വീണ്ടും ചെയ്യും. ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കുക ഇന്ന്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിൻ്റെ വേഷം, ഈ കലികാലം അങ്ങനെയാണ്. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, നിൻ്റെ വേഷം കണ്ടാൽ രാജത്വം തോന്നും. കണ്ടാൽ നമ്മൾ ആരാലും പറഞ്ഞില്ല, ഏത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ കണ്ടാലും അയ്യോ ഇത് എന്തുവാ രാജകുമാരിയാണോ എന്ന് നമുക്ക് തോന്നത്തില്ലേ? അതാ രാജത്വം തോന്നും കർമ്മ ആരംഭം കണ്ടോളം മനോവ്യാജത്വം. അതായത് കണ്ടാൽ നീ നല്ല രാജകുമാരിയാണല്ലോ കുഞ്ഞേ, പക്ഷെ നിന്റെ പ്രവൃത്തി കണ്ടാലോ വെറും ഹീനമാണ്.
ദുഷ്ടതയാണ്, ഹൃദയം മൊത്തവും അസൂയ കുശുമ്പൊക്കെയാണ്. അതുകൊണ്ട് നിന്നെ കണ്ടാൽ നീ സുന്ദരി രാജകുമാരിയാണ്, അല്ലെങ്കിൽ രാജകുമാരനാണ് നിന്നെ കണ്ടാൽ. എന്നാലോ വ്യാജത്വം അത്ര കള്ളമാണ് നിന്റെ ഹൃദയം മൊത്തവും. വ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും. ഹീനമായിരുന്ന വൃത്തികെട്ട മനസ്സും പ്രവൃത്തിയാണല്ലോ കുട്ടി. നിന്റെ പ്രവൃത്തി വെറും ദോഷമാണല്ലോ. പക്ഷെ നിന്റെ വേഷം കണ്ടാലോ, നീ എല്ലാം വേഷഭൂഷാദികളും ആഭരണങ്ങളും നല്ല ഡ്രസ്സുകളും നിന്റെ മുഖത്തൊക്കെ കണ്ടാൽ നീ ഒരു രാജകുമാരിയായിട്ടാണല്ലോ നിന്നെ കാണുന്നത്. ഇത് കേൾക്കുന്നവർക്ക് അന്ന് എന്നോട് വിഷമം തോന്നല്ലേ? കാരണം ഇതിൽ കിടക്കുന്നേ ഞാൻ പറയുന്നത്. അത് നന്നായിട്ടൊന്ന് വിവരിക്കുന്നു എന്നുള്ളത് കാരണം ഈ ഭക്തമകൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇത്. അതുകൊണ്ട് കുട്ടികൾ ഒരുങ്ങണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ലോകം, ഈ കലികാലം അങ്ങനെയാണ്. അന്ന് കണ്ടതാ. ഇന്ന് ഈ പ്രവൃത്തി നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലേ ഇത് മനസ്സിലാവൂ. അതുകൊണ്ടാണ് അന്ന് ഈ പരീക്ഷത്തുള്ള സമയത്ത് കലികാലം വന്നു, കലിയുഗം അത് വന്നു. അന്നേ പറഞ്ഞ വാക്ക് നമുക്കറിയാമല്ലോ സത്യമാണെന്ന്. ഒന്നിൻ്റെങ്കിലും ഹൃദയം കൊള്ളാമോ? അശുദ്ധി, ഹീനം, അത്രമാത്രം നീചം നിറഞ്ഞില്ലയോ? ഇന്ന് വെട്ടും കൊട്ടും കൊലയും മദ്യവും മയക്കുമരുന്നും നടക്കുന്ന ഈ ലോകം എന്തുമാത്രം ഹീനത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കൂ. അപ്പോൾ ചിന്തിക്കണം, ഇതെന്ന് എഴുതിയതാണ് ഈ വേദവ്യാസ മഹാമുനി ഈ ചമച്ചത്? അപ്പോൾ എന്താണ് അത്? പരമാത്മാവായ നാരായണനാണ് മുന്നേ കണ്ടു നമ്മൾ കലിയുഗത്തിൽ വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് വ്യാജത്വം, മനോവ്യാജത്തിൻ്റെ മനസ്സ് അത്ര കള്ളത്തരമാണ്. അതോ ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും. ശ്രീകൃഷ്ണ അർജുനന്മാരാം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടുന്ന രാജ്യത്തിങ്കിൽ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും ഒക്കെ എന്താ അവിടെ കാണിച്ചു വെച്ചിട്ട് പോയത്? സർവശോകത്യാഗാർത്ഥം. അവർ ഈ ത്യാഗം സഹിച്ച് ഈ ഇവിടുത്തെ ദുഃഖങ്ങളെല്ലാം മാറ്റി ധർമ്മം ഇങ്ങനെയെല്ലാം രക്ഷിച്ചിരുന്ന ഈ രാജ്യത്ത്. സമയം പോകും. 10 മിനിറ്റ് എന്ന് വിചാരിച്ചതാണ്, ഒരുപാട് സമയം പോകുന്നു. നിർമ്മല പറഞ്ഞു അല്പം മനസ്സിലാക്കി തരണേമെന്ന്. ഇതൊക്കെ ഞാൻ എത്ര വട്ടമിട്ടാലും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇരിക്കാത്തതാണ് കഷ്ടം. പിന്നും ഇത് ആവർത്തിക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. കാരണം ഇതൊക്കെ അന്നേ മനസ്സിലാക്കി എടുക്കണ്ടേ, അത് വായിച്ച് ശീലിക്കണ്ടേ. ഇനി നാളെയും പറയും എനിക്ക് ഇനിയും കേൾക്കണമെന്ന്, മനസ്സിലാക്കണമെന്ന്. അതാണ് കഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യത്ത് ഞാനിപ്പോൾ ഒരു നാഥൻ ബാലനെന്നിരിക്കലും ഞാനൊരു നാഥൻ, അതായത് രാജാവാണ്, പക്ഷെ ഞാൻ ഒരു കുട്ടിയാണ്. എങ്കിലും മാനിച്ചീവണ്ണം സാധു ദേഷ്യത്തിന് ഒരുമ്പെട്ട നിന്നെ കൊന്ന് അധർമ്മത്തെ നീക്കുവാൻ മതിയെന്ന് ചൊന്നവൻ പിന്നെ പശുമിഥുനത്തോട് ചൊന്നാൻ. അങ്ങനെ പശുവിനോട് പറയുന്നത്, ഞാനൊരു കുട്ടിയാണെങ്കിലും ഇവനെ ഇപ്പം ഞാൻ കൊന്നിട്ട് ഈ ധർമ്മത്തെ ഞാൻ വീണ്ടെടുക്കാം, എനിക്കതിന് പറ്റും, ഞാൻ കുട്ടിയൊക്കെ തന്നെ, ഞാൻ എന്നാൽ ഇവിടെ രാജാവാണ്. അതുകൊണ്ട് ഈ പശുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യാം. ഈ പശുവിനോട് ചോദിക്കും, നിങ്ങളാരിരുവരും എന്തിനായി ഇവൻ ഇങ്ങ് വന്നുടൻ ഉപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു? പശുവിനോടും കാളയോടും ചോദിക്കുന്നത്, ഈ കലിയായ ശൂദ്രൻ എന്തിനാ നിങ്ങളെ ഇവിടുന്ന് ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്? നിങ്ങൾ ആരാണ്? പശുവിനോട് ചോദിക്കുന്നത്. പശു മിഥുനം വെച്ചാൽ പശുവും കാളയാണ് പാവപ്പെട്ട മനുഷ്യർ. ഈ ഭൂമി ദേവി എന്ന് പറയുന്നത് അതാണ്. അവരെ ഈ കലിയുഗം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഭക്തന്മാരായ ഈ സാധു ഭക്തന്മാരെ ഈ ദുഷ്ടന്മാരായ ഇവിടെ ഈ കലിയുഗത്തിൽ വെറുതെ ദ്രോഹിക്കുന്നു. അത് നിങ്ങൾ ആരാണ് എന്നാണ് ഇവിടെ രാജാവ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ ശൂദ്രന്മാർ നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാ? സ്വന്നാലും പരമാർത്ഥം എന്നോട് മടിയാതെ ദുർമതം ചെയ്യുവാൻ ഒരുമ്പെട്ടു വന്ന അടുത്തവൻ ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കലും തോൾ വളയോടുകൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ. ഇവനാരായാലും ശരി, നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ അവൻ്റെ തോൾ വെച്ച് തന്നെ ഇവൻ്റെ ത്രിഭുവനത്തിൽ ഇവൻ ആരായാലും 3 ലോകത്തിൽ പക്ഷേ ദേവേന്ദ്രനായാലും ഇവൻ്റെ തോൾ വെച്ച് ഞാനിവിടെ ഛേദിക്കും, തോൾ വളയോടും കൂടെ ഛേദിച്ച് കളയും കരങ്ങൾ. അത്ര എനിക്ക് ശക്തിയുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ കുട്ടിയൊക്കെ തന്നെയാ എന്ന് പരീക്ഷിത്ത് പറഞ്ഞു. കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ട് ഗോവർഷോത്തമൻ ചൊന്നാനപ്പോൾ. ഇത് പറഞ്ഞപ്പോൾ നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഈ രാജാവ് പരീക്ഷിത്ത് പറയുന്ന ഗോവുകൾ അത് വാക്കുകൾ കേട്ട് ഈ കാള എന്താ പറയുന്നത്? ഗോവർഷോത്തമൻ ചൊന്നാനപ്പോൾ. എന്തടോ ചൊല്ലിയിടുന്നത് ഓരോരോ ജനങ്ങളാം, എന്തെല്ലാം അധർമ്മങ്ങളുണ്ട് ഇപ്പോൾ ചെയ്തിടുന്നു. ഇപ്പം നമുക്ക് നടക്കുന്ന സംഭവമാണ്. എന്തെല്ലാം ഇവിടെ ദോഷങ്ങളുണ്ട്. എന്താ നിങ്ങൾ ഈ രാജാവേ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് എന്താ തോന്നുന്നു? ഇവിടെ എന്തെല്ലാം വിഷമങ്ങളാണ്. ഓരോന്നോരോന്ന് പറയാൻ എളുപ്പമാണോ? ഇവിടെ ഈ നോക്കിയാൽ ഇവിടെ മൊത്തവും ഹീനത്വവും വ്യാജങ്ങളും അല്ലേ? സന്താപം നിമിത്തങ്ങൾ എന്താ എല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നത് ഏറിയ ഗുണങ്ങളെ
കുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിച്ചു താൻ പിരിയാതെ ബന്ധുവായിരുന്നൊരു മാധവ ഭക്തന്മാർക്ക് സന്തതിയായി ഉണ്ടായ നിന്നുടെ വചനങ്ങൾ, അതായത് ഭഗവാനും അർജുനൊക്കെ ഇരുന്ന സമയത്ത് എത്രയെല്ലാം നല്ലതാണ്. അവരെ പിരിയാതെ ബന്ധുവായിരുന്ന മാധവ ഭക്തന്മാർക്ക്, നമ്മളെപ്പോലുള്ള ഭക്തന്മാർക്ക് സന്തതിയായി ഉണ്ടായ നിന്നുടെ വചനങ്ങൾ. ഇവിടെ അർജുനൻ്റെ കൊച്ചുകുട്ടിയാണല്ലോ ഈ പരീക്ഷത്ത്. അവിടെ നിന്നുടെ ഈ വചനങ്ങൾ, ഞാനിപ്പോൾ ഇവനെ അതായത് വില്ലെടുത്ത് അവനെ വധിക്കാം, എന്താ കാര്യം, ഇവന് ഇപ്പം തന്നെ ഞാൻ തീർത്തു തരാം എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ എന്തെല്ലാം ദോഷങ്ങളാണ് നടക്കുന്നത്, ഒന്നൊന്നുമായിട്ട് പറയാൻ എളുപ്പമാണോ എന്നാണ് ഇവർ പറയുന്നത്. യോഗ്യം ഈ വണ്ണം ചൊന്നത് എത്രയും ഉചിതം, എന്നാലും ഈ പറഞ്ഞത് യോഗ്യമാണ്, അതത്രയും ഉചിതമാണ്. സന്മാർഗ സമ്മതമിതം എന്നെല്ലാം പ്രശംസിക്കും ഭാസ്കരാത്മജൻ വചോമാർഗ സമ്മാനം കേട്ട് കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിയിടിനാൻ. അത് ഭാസ്കരാത്മജൻ യമദൂതൻ. അത് കൊല്ലാനായിട്ട് വരുമ്പോൾ അവിടെ കാലനാണല്ലോ. ഇപ്പൊ പരീക്ഷത്ത് വില്ലെടുത്ത് ഈ കുലച്ച് ഈ ശൂദ്രാദി കലിയുഗത്തിനെ പിന്നെ അത് യമൻ എന്ന് പറയും. ഇപ്പം പരീക്ഷത്തപ്പോൾ യമൻ്റെ കാലനല്ലേ അവിടെ കാണിച്ചത്, അയാളെ വധിക്കാം എന്ന് പറയും. അവിടെ കാലനെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആ പറഞ്ഞ വചോ മാർഗ സമ്മാനം കേട്ടിട്ട് കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലി അല്പം ഒന്ന് ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ട് ഈ പരീക്ഷ തന്നെ പറയുന്നു, ഞാൻ ഇപ്പം തന്നെ അവനെ വധിക്കാം, നിങ്ങളെന്താ നിങ്ങളെ ദ്രോഹിച്ചത് എന്ന് പറഞ്ഞിട്ട് കാൽക്ഷണം ഒന്ന് ചിന്തിച്ചത് എന്താണ്? ഞാനഹോ ഭവാന്മാരെ അറിഞ്ഞേ ദുഃഖത്തിനും മനസ്സേ നിമിത്തം എന്തെന്നതും ഇവനേകൻ പാതജൻ ദോഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങൾ ഒഴിച്ചിന് രക്ഷിപ്പൻ നീ വണ്ണം വാളെടുത്തടുത്തത് കണ്ട് അതിഭീത്യാ വീണ് ചീളന്ന് നമസ്കരിച്ചിടിനാൻ ശൂദ്രൻ താനും. ഇങ്ങനെ വാളെടുത്ത് യമൻ വെട്ടാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഈ ശൂദ്രൻ എന്ത് ചെയ്ത് കാലിൽ വീണങ്ങ് നമസ്കരിച്ചു, അപേക്ഷിച്ചു. ഈ പരീക്ഷത്തിൻ്റെ കാലൻ്റെ ഇവിടെ പരീക്ഷത്തിൽപ്പെട്ട കാലനായിട്ടാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത്. കൊല്ലാനെടുക്കുമ്പോൾ അവിടെ കാലനാണല്ലോ. അപ്പോൾ ഈ കാലനായി നിൽക്കുന്ന പരീക്ഷത്തിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ആരാണ്? ഈ കലിയുഗം, ഈ ശൂദ്രൻ. അങ്ങനെ ചീളം നമസ്കാരം ശൂദ്രൻ താനും. അഞ്ജലി ഹസ്തത്തോടെ നിന്ന് അത് കണ്ട് പുനരഞ്ജസാ നരവരൻ മന്ദഹാസ അനന്തരം ചൊല്ലി ഞാൻ. അപ്പോൾ ഒരു അഞ്ജലി ഹസ്തത്തോടെ അവനിങ്ങനെ തൊഴുതപ്പോൾ അഞ്ജസ നരവരൻ, ഈ രാജാവ് മന്ദഹാസാൻ ഒരു പുഞ്ചിരിയോടുകൂടി ചൊല്ലി പറഞ്ഞു. എന്താ? ധനഞ്ജയൻ തന്നെ യശസ് കൊണ്ടെല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ നീ ഒരു വിരോധി ഉണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു, ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നില്ല. ഈ എല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ നീ ഒരു വിരോധി, നീ ഒരു ദുഷ്ടനാണ്, നീ ഒരു വിരോധിയാണ്. ആകയാൽ ഉപദ്രവമായിട്ട് നീ കാരണം ഇവിടെ ലോകത്ത് വലിയ ഉപദ്രവമാണ്, നീ അത്ര ദുഷ്ടനാണ്, കാരണം കലിയുഗം അല്ലേ. അപ്പം അതുകൊണ്ട് നീ ശരണം പ്രാപിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന് പരീക്ഷിച്ചു. കാരണം കാൽക്കൽ വേണം അപേക്ഷിച്ചാൽ ആരെയും കൊല്ലാൻ പാടില്ല, അവിടെ അഭയം തേടുകയല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ കൊല്ലുന്നില്ല. എന്നാൽ നീ ആണെങ്കിലോ സർവർക്കും വിരോധിയാണ്, നമ്മളിന്ന് അനുഭവിക്കുന്നില്ലേ. ഇന്ന് ലോകമേ അങ്ങനെയല്ലേ. സർവ്വജനങ്ങൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളുണ്ടെങ്കിൽ തങ്ങളി ഇതല്ലേ ദുഷ്ടതര അല്ലേ. അച്ഛനും അമ്മയും ഓപ്പോസിറ്റ്. ഒരമ്മ നല്ലതെങ്കിൽ അച്ഛൻ ഓപ്പോസിറ്റ്, അച്ഛൻ നല്ലതാണെങ്കിൽ ഭാര്യ ഓപ്പോസിറ്റ്, മക്കൾ 2 ഉണ്ടെങ്കിൽ 2 അങ്ങോട്ടും ഇങ്ങനെ തല്ലും കൊല്ലുമാണ്. ഇതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് അത് നിന്നെ ഞാൻ നീ എല്ലാവർക്കും ഉപദ്രവമാണ് എങ്കിൽ നീ എൻ്റെ കാൽക്കൽ വന്ന് അഞ്ജലി ഹസ്ത തൊഴുത് അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല. പോകണം മമ വിഷയത്തെങ്കിൽ നിന്ന് പുറത്താകണമെന്നിങ്ങനെ കേട്ടൊരു ശൂദ്രൻ താനും ശോകം പൂണ്ടുര ചെയ്താൻ. അങ്ങനെ നീ ഇവിടെ നിന്നാൽ ഈ വിഷയത്തിൽ നിന്ന് ഇവിടുന്ന് പോകണം, നീ ഇവിടെ ആരെയും ശല്യപ്പെടുത്താൻ പാടില്ല, നീ ഇവിടെ സ്ഥലം വിട്ട് നീ പൊക്കോണം ഈ രാജ്യത്ത് നിന്ന്. അപ്പോൾ സാർവഭൗമനാം ഭവാൻ ആകയിഞ്ഞടക്കി വാണിടുന്ന ഭൂമണ്ഡലം. അപ്പോൾ അയാൾ പറഞ്ഞു, ശോകം കൊണ്ട് വിഷമിച്ച് ഈ ശൂദ്രൻ പറഞ്ഞു, ഈ സാർവഭൗമനാം ഭവാൻ സർവത്തിനെയും നയിക്കുന്ന ഈ ലോകത്തിലൂടെ രാജാവായി നിൽക്കുന്ന പരീക്ഷത്തിൻ്റെ അടക്കി വാണിടുന്ന ഈ സ്ഥലത്ത് നിന്ന്
പോയാലില്ല ഒരിടത്തും വസിപ്പാൻ എനിക്ക്. ഞാൻ എവിടോട്ട് പോകാനാ? എവിടെ പോയാലും അങ്ങല്ലേ ഇവിടെ എല്ലാം ഭരിക്കുന്നത്. എവിടെ ചെന്നാലും എനിക്കിതല്ലേ അവസ്ഥ. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകും എന്ന് ശൂദ്രൻ ചോദിച്ചു. പോയാലില്ല ഒരിടത്തും വസിപ്പാൻ എനിക്ക്. നിർമ്മായമായി മമസ്ഥാനം കൽപ്പിക്കതയാ നിധി, എനിക്കതിൻ്റെ സ്ഥാനം പറഞ്ഞു തരൂ. ഞാൻ ഇവിടെ പോകണം. കാൽക്കൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് കൊന്നില്ല. പക്ഷെ ഞാൻ എവിടേക്ക് പോകും? ഇവിടെ എല്ലാം അങ്ങല്ലയോ ഭരിക്കുന്നത് രാജാവ്. അപ്പം ഞാൻ എവിടെല്ലാം ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളുടെ കയ്യിലല്ലേ ഈ സർവ്വതും ഇരിക്കുന്നത്. ഞാൻ എങ്ങോട്ട് പോകും? എവിടോട്ട് പോകും? അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു തരൂ. അപ്പോൾ ഇത്തരം അർത്ഥിച്ചൊരു കലിതൻ നിവാസത്തിന് ഉത്തമ നൃപൻ കൽപ്പിച്ചിടിനാൻ തൽസ്ഥാനങ്ങൾ. അപ്പോൾ ഉത്തമ നൃപനായ പരീക്ഷത്ത് പറഞ്ഞു കൊടുത്ത് നീ എവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം കേൾക്കണം, ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്. എന്താണ്? സന്തതം എപ്പോഴും ചൂത് പൊരുന്നിടത്തും, എപ്പോഴും ചീട്ടുകളി, ചൂത് പൊരുന്നിടത്തും സുരാപാനം അന്തമെന്നേ ചെയ്തിടുന്നവെങ്കിലും മദ്യം മയക്കുമെന്നൊക്കെ അങ്ങനെ ഉള്ളിടത്തും പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും രുക്മ പങ്ക്തികൾ തോറും സർവഹിംസാകാരകെങ്കിലും സർവരെയും അത്ര ദുഷ്ടതയുള്ളവരിലും ഈ പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും, അത് എന്തോന്ന് എനിക്ക് അറിയാൻ വയ്യ. സ്ത്രീകളുടെ എന്തോ ഈ വെളിക്കുമാറുന്ന സമയം എന്താണ്ടുണ്ട്, അങ്ങനെ ഏതാണ്ടാണ്. ഇതിൽ അർത്ഥമൊന്നും കിടക്കൂല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് സ്ത്രീകളുടെ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലം, അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സ്ഥലത്തും പിന്നെ സർവഹിംസ മനസ്സാ വാച കർമ്മണ ദുഷ്ടതന ഉള്ളിടത്ത് ആരാണ് അങ്ങനെയുള്ള അവരിടത്തിലും ചെന്നുടൻ 5 ഇടത്തും ഇരിപ്പാൻ നിയോഗിച്ച് ഇങ്ങനെ 5 സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി ഇരുന്നു കൊള്ളൂ. അതായത് അസത്യം, അഹങ്കാരം, സംഘം. അതായത് സംഘമാണ് സ്ത്രീ പുരുഷ ബന്ധം, അതാണെന്ന് തോന്നുന്നു. പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും അതാ സ്ത്രീ പുരുഷ സംഘം എന്തോ അങ്ങനെയുള്ള സമയത്തെങ്ങാണ്ട് പറ്റൂല്ലാത്തതായിരിക്കും. ഈ സന്ധ്യാസമയത്തോ ഈ അസമയങ്ങളിലൊന്നും ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള സ്ഥലത്ത്. പിന്നെ ഹിംസ മനസാ വാച കർമ്മണ ദുഷ്ടതരം ഉള്ളവർക്കും വൈരം, അത്രമാത്രം വൈരം, മനസ്സിൽ ശത്രുത പാലിക്കുന്ന ചില ദുഷ്ടന്മാരുണ്ട്. എത്രയൊക്കെ ആയാലും അവരുടെ മനസ്സറിയത്തില്ല. ആ ശത്രുത്വം ഇങ്ങനെ വെച്ച് പുലർത്തുന്ന വൈരാഗികളുണ്ട്. നമുക്ക് നിയമം എന്താ? ഒന്ന് ശത്രുത്വം ആയാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നിരക്കണമെന്നാണ്. അല്ലാതെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടതരങ്ങളാണ്. അങ്ങനെ ഉള്ളിടത്ത് 5 സ്ഥാനങ്ങളിലും പിന്നെ നിയോഗിച്ചു. ചെന്നുടൻ 5 ഇടത്തും ഇരിപ്പാൻ നിയോഗിച്ചു. മന്നവൻ കലി തന്നെ മറ്റുള്ളയിടങ്ങൾ തോറും നിന്നുടൻ ആട്ടിക്കളഞ്ഞ അന്യുഹമഥ ധർമ്മന്തനുടെ പാദങ്ങളെ സന്ധിപ്പിച്ചവനെയെ നന്നായി ആശ്വസിപ്പിച്ചു രക്ഷിച്ചു പല കാലം. ചോര് വായിക്കാൻ പറ്റിയില്ല, സമയം ഇങ്ങനെ എടുക്കണം, ധൃതി കൂട്ടുന്നു. അത് എന്താ പറയാനാ, ഇന്നത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു തരാം. ഇന്ന് നാളെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. സമയം എനിക്ക് 10 മിനിറ്റാണ്, അതിന് അപ്പുറം പോയി. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതല്ലേ, ഇനിയിപ്പം അല്പം കുറച്ചൊരു ആശ്വാസത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പോഴെന്താ പറയുന്നത്? ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം 5 സ്ഥലങ്ങളിൽ നീ വസിച്ചോളൂ, ഈ ശൂദ്രനായ കലിയോട് പറഞ്ഞ്. എന്നിട്ട് ഇങ്ങനെ ചെന്നള ഒടുക്കം ശ്രീശുകനെ ഗുരുവാക്യാരാ ഈ പരീക്ഷത്ത് ഇതെല്ലാ കാര്യവും നിറവേറ്റി രാജ്യം നന്നായി ഭരിച്ച് പാലിച്ചിട്ട് ഒടുക്കം നമ്മളെല്ലാം എന്ത് ചെയ്യണം? എല്ലാത്തിനും വിരമിക്കണം. ഇദ്ദേഹം പിന്നെ ശ്രീശുകനെ എല്ലാവർക്കും രക്ഷ കൊടുത്ത് പലകാലം ചെന്നള അങ്ങനെ ഒരുപാട് കാലം രാജ്യം നന്നായി പാലിച്ച് എന്നിട്ട് ശ്രീശുകനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച മുനീന്ദ്രനാൽ ചെമ്മേ നിർമ്മലാനന്ദം കൊണ്ട് ഭഗവത് കഥകളും സംഗാതി ദോഷങ്ങളെ തീർത്തുടൻ കേട്ട് ഗംഗാതീരത്തിങ്കേന്ന് ദേഹത്യാഗവും ചെയ്താൻ. അങ്ങനെയാണ് ശ്രീശുക മഹാമുനിയെ ഗുരുവാക്കി ഗംഗാതീരത്തിരുന്ന് ധ്യാനിച്ച് 7 ദിവസത്തിനും സർപ്പം ദംശിക്കണമെന്നുള്ള ആ ശാപമൊക്കെ വന്നതും അദ്ദേഹം അവിടെ പോയി തപസ് ചെയ്ത് യഥാർത്ഥ മോക്ഷത്തിലേക്ക് കടന്നു, ദേഹത്യാഗവും ചെയ്താൻ. ഇതാണ് ഈ കഥ. അത് ഇനി ഞാൻ വായിക്കത്തേ ഉള്ളൂ. എനിക്കിങ്ങനെ പറയാനുള്ള ആരോഗ്യം കുറവാണ്. അതുപോലെ സമയം ഒരുപാട്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.